ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കേക്കും ഒരു വീട്ടിലേക്ക് തന്നെയാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 3 കേക്കിലും നമ്മൾ ഫോണ്ടന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 3 കേക്കിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. ഷബിന യഹിയ, റഹന, ഫർസാന, നഫ്ഷ, നൗഷാദ്, ഷാദിയ ആൻഡ് റൈഹാന. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ള പിക്സൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെ 2 കേക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റും 1 കേക്ക് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റും ആണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബാറ്ററാണ്. ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇത് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പിഞ്ച് സോൾട്ടും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 3 വലിയ മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് ഈച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയിലേക്കാണ് 1 കപ്പ് പഞ്ചസാര സാധാരണ നമ്മൾ ഇടാറുള്ളത്. പക്ഷെ നമ്മൾ ഡാർക്ക് സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര കുറച്ച് കൂടുതൽ എടുക്കണം. ഇവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഈച്ചായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനുള്ള ബീറ്റിംഗ് മാത്രം ചെയ്യുക കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ സ്പോഞ്ചിന് നല്ല കറക്റ്റ് ബ്ലാക്ക് കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാം വാട്ടർ ഒഴിക്കുന്നത് കേട്ടോ. വാം വാട്ടർ ഒഴിച്ചാലും പാൽ ഒഴിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സ്പോഞ്ചിന്. അപ്പോൾ ഒരു പ്രോബ്ലം വരില്ല. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഓവർ ഫോൾഡിങ് ചെയ്യാതെ ഈ മുട്ട താന്ന് പോകാൻ പറ്റില്ല കേട്ടോ. പൊങ്ങി വന്ന മുട്ട അത് താന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കേക്ക് വല്ലാതെ പൊങ്ങില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൻ്റെ പകുതി വരെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നവരെ ബാക്കിയുള്ള ബാറ്റർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ് ഫസ്റ്റ് ഇത് ബേക്ക് ചെയ്യുന്നത് വരെ ഈ ഒരു ബാക്കിയുള്ള ബാറ്റർ ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബേക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവില്ലേ, പൊങ്ങി വരില്ലേ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിങ്ങാണ്ട് ഇത് മൂടി വെക്കുക. എന്നിട്ട് നല്ല കനമുള്ള എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഞ്ചസാരൻ്റെ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കനമുണ്ട് അത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും. കുക്കറിൻ്റെ മുകളിലത്തെ ഹോള് നിങ്ങളൊരു പേപ്പർ വെച്ചിങ്ങാണ്ട് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ബാറ്റർ നമുക്ക് ഈ ഒരു മോൾഡിൽ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബാറ്റർ ഒഴിക്കുക കേട്ടോ. ഇനി
ഈ ഒരു ബാറ്ററും നമുക്ക് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ രണ്ടാമത്തതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സെയിം റെസിപ്പി യൂസ് ചെയ്തിട്ട് തന്നെ 3 കേക്കിൻ്റെ സ്പോഞ്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kgയുടെ സ്പോഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 1/2 kgയുടെ സ്പോഞ്ചാണ്. മറ്റേത് രണ്ടും നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള 5 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള 1 kgയുടെ സ്പോഞ്ചാണ് കേട്ടോ. രണ്ടും കൂടെ കൂടിയിട്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഞാൻ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ബേസിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിൽ 124R ആണ്. അപ്പോൾ ഒരു നോസിൽ വെച്ചിങ്ങാണ്ട് എപ്പോഴും നിങ്ങൾ ഐസിങ് ചെയ്യുക കേട്ടോ. ഇനി ഷുഗർ സിറപ്പ് വെച്ചിങ്ങാണ്ട് വെയിറ്റ് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റിന് നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഷോപ്പിൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് കൊക്കോ പൗഡറാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ ഒന്നും കൂടെ നല്ല ഡാർക്ക് സ്പോഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ചെടുക്കാം. അതുപോലെ നമുക്ക് ഓരോന്നും ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഇനി നമ്മൾ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് ഐസിങ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തുകൊണ്ട് 4 ലെയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്ക് അല്ല, മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇത് തിളച്ച വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. ഫുള്ളായിട്ട് മെൽറ്റായിട്ടില്ല. ഇപ്പോൾ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം. ഇനി കേക്കിൻ്റെ പുറത്തത്തെ ഐസിങ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള യെല്ലോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആഡ് ചെയ്യരുത്. കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളറായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. നമ്മൾ നല്ല ഹൈറ്റിൽ ക്രം കോട്ട് ചെയ്തെടുത്ത കേക്കിൻ്റെ പുറത്തത്തെ ഐസിങ് നമുക്ക് ഈ ഒരു കളർ വെച്ചിങ്ങോട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നോസിൽ 124R ആണ് കേട്ടോ. ഇപ്പോൾ കേക്ക് നല്ല ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത കേക്കിൻ്റെ ഐസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്രീമിലേക്ക് ടൈഗറിൻ്റെ റോസ് പിങ്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും ലിക്വിഡ് കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു പിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കേക്കിൻ്റെ ഐസിങ് ചെയ്യാം. ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തിട്ടുള്ള 1 kg കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തത്തെ ഐസിങ് ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിങ്ക് കളർ ക്രീം ഇതിൻ്റെ അടിയിൽ കൂടി ആയിട്ട് ഞാൻ സ്പാച്ചിൽ വെച്ചിങ്ങാട് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് ക്രീമിലേക്ക് ഞാൻ കളർ സ്പ്ലാഷിൻ്റെ റെഡാണ് ആഡ് ചെയ്യുന്നത്. ഇത് റെഡ് അല്ല കേട്ടോ, ഒരു നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബേക്കേഴ്സിൻ്റെ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. ഇപ്പോൾ വയലറ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് പിങ്ക് കളർ ക്രീമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ക്രീമാണ്. ഈ നോസിലിൻ്റെ നെയിം 2D നോസിലാണ്, റോസറ്റ് നോസിലാണ്. അപ്പോൾ ഇത് വെച്ചിങ്ങോട്ട് നമുക്ക് കുറച്ച് റോസസ് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ള നോസിൽ നോട്ട് 21 ആണ്.
ഇനി സെയിം നോസിൽ യൂസ് ചെയ്തിട്ട് പിങ്ക് ക്രീമിലും ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഇനി 1/2 kg കേക്കും ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഫുള്ളായിട്ട് റോസ് വരച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള റോസറ്റ് നോസിലാണ് എടുത്തിട്ടുള്ളത്, 2D നോസിൽ. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റോസ് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഫ്ലവർ ഞാൻ വരയ്ക്കുന്നത് ഈ ഒരു പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ ഒന്നും കൂടെ ലൈറ്റ് ഷെയ്ഡാണ്. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു ലൈറ്റ് യെല്ലോ കളറായിട്ടാണ് ചെയ്യുന്നത്. ഇനി യെല്ലോ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഗനാഷ് ഒഴിക്കാം. അപ്പോൾ ഗനാഷ് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്, അതുപോലെ കേക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഗനാഷ് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഗനാഷൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ട്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേ ദിവസം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോപ്സിക്കിൾസ് ഡിപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ലെമൺ യെല്ലോ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പോപ്സ് ഡിപ്പ് ചെയ്യാം. ഇതിങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രീസറിൽ ഒരു 30 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ. അപ്പോൾ തന്നെ അത് സെറ്റായി ഇങ്ങോട്ട് കട്ടായിട്ട് കിട്ടും. ഇനി പോപ്സിക്കിൾസിലും ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2D നോസിലാണ്, റോസറ്റ് നോസിൽ. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ചോക്ലേറ്റ്സൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിവിടെ സ്നിക്കേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ്. ഇപ്പോൾ വെക്കുന്ന ചോക്ലേറ്റ് മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാനൊരു ബോളിൻ്റെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ചോക്ലേറ്റൊക്കെ. ഇനി 18 എന്നുള്ള ടോപ്പറും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. തലേ ദിവസം നിങ്ങൾ ഷുഗർ ബോൾസ് ഇട്ടുങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അത് മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി ഷുഗർ ബോൾസൊക്കെ. ഈ ഒരു ചോക്ലേറ്റ് കേക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ 1 kgക്ക് 550 രൂപയാണ്. പ്ലസ് ഇതിൻ്റെ ഡെക്കറേഷന് 350 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിന് വരുന്നത് 900 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 4 പോപ്സും 4 കപ്പ് കേക്കും ഉണ്ട്. അതിന് 260 രൂപയാണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 1160 ആണ്. ഈ കേക്കും 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷന് 50 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 600 ആണ് ഈ ഒരു കേക്കിന് വരുന്നത്. പിന്നെ ഈ ഒരു റോസറ്റ് കേക്ക് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. 1/2 kgക്ക് 350 ആണ്. പ്ലസ് ഇതിൻ്റെ റോസറ്റിന് 50 രൂപയാണ് എക്സ്ട്രാ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 400 ആണ് ഈ ഒരു റോസറ്റ് കേക്കിന് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു സെറ്റിന് 2150 ആണ് വരുന്നത്. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. ഇതിൽ ഒരുപാട് വെറൈറ്റി കേക്കിൻ്റെ ഡിസൈൻസും ഉണ്ട്, പിക്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പം തന്നെ ഒരു കുഞ്ഞ് ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.